ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു ക്രോഷ്യ ചെയ്യുന്ന ഒരു ബിഗിനർ ക്രോഷ്യ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ക്രോഷ്യ ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് നമുക്ക് 6 ചെയിൻസ് ചെയ്യാം കേട്ടോ, ചെയ്തെടുക്കാം. ഞാനൊരു ബിഗിനറാണ്, അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള മിസ്റ്റേക്സ് ചിലപ്പോൾ ഇതിനകത്തും കാണും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല, ബട്ട് ഈ വീഡിയോയിൽ കണ്ടിട്ട് 6 ചെയിൻസ് മേക്ക് ചെയ്യാം. ഇനി നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇത് ഞാൻ മാജിക് റിംഗ് ഇല്ലാതെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ആണ് ഇങ്ങനെയുള്ള ഒരു ചെയ്യുന്നത് കേട്ടോ. ഇനി 4 ചെയിൻസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷ്യാണ് ഒരു പെറ്റലിൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ, സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ, തേർഡ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ പോകണം. ഇതിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഇതിൽ ഞാൻ 6 mm ഹുക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹുക്കും ഞാൻ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് 4 ചെയിൻസ് കൂടെ ചെയ്തെടുക്കാം. 4 ചെയിൻസും ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ട് ഒരു പെറ്റൽ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഇനി ബാക്കിയുള്ള 4 പെറ്റൽസ് കൂടെ ചെയ്തെടുക്കണം. ഓരോ പെറ്റൽസ് ചെയ്യുമ്പോഴും ഗ്യാപ്പ്, അടുത്ത് ചെയ്യാനുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് 5ാമത്തെ പെറ്റൽസ് ചെയ്യുകയാണ്. ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ സൈഡ്സ്, എന്നാലേ 5 പെറ്റൽസ് നമുക്കതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ സ്റ്റെപ്സ് ക്ലിയർ ആവണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് പിൻ ചെയ്ത് കൊടുത്തേക്കാം. നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇനി നമുക്ക് 4 ചെയിൻസ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചാണ്. ലാസ്റ്റ് എങ്ങനെയാണ് ഈ ത്രെഡ് ഞാൻ ലോക്ക് ചെയ്യുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിൽ കാണുമ്പോൾ ഹുക്ക് മേലോട്ട് വലിക്കുക, ഇത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ബാലൻസ് ഉള്ള ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.